കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരിയിൽ നിന്ന് ഹാഷിഷ് ഓയിൽ പിടികൂടി. കാസർഗോഡ് സ്വദേശിയായ അശ്വതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 41-ാം വാർഡിലെ രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായിരുന്നു ഇവർ. ജയിലിൽ കഴിയുന്ന ഭർത്താവിന് കൊടുക്കാൻ സൂക്ഷിച്ചതെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത്. ചെറിയ ബോട്ടിലാക്കി കയ്യിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ലഹരി വസ്തു കണ്ടെത്തിയത്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു. അഭിജിത്ത്, എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ആശുപത്രിക്കകത്ത് അതും ഇങ്ങനെ ഒരു സംഭവം പിടികൂടുന്ന സാഹചര്യം, അതിന് അവർ നൽകുന്ന വിശദീകരണവും വിചിത്രമാണല്ലോ. അതെ റോഷ്നി, വയനാട് മേപ്പാടി സ്വദേശിയാണ് അശ്വതി. നിലവിൽ കഴിയുന്നത് കാസർഗോഡാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 41-ാം വാർഡിൽ കഴിയുന്ന രോഗിക്ക് കൂട്ടിരിപ്പുകാരിയായി എത്തിയതാണ് അശ്വതി. ഇവരുടെ കൈവശം അസ്വാഭാവികമായി എന്തോ ഉണ്ട് എന്നുള്ളൊരു വിവരം പോലീസിന് ഈ വാർഡിൽ നിന്നുള്ളവർ തന്നെയാണ് നൽകുന്നത്. അങ്ങനെ ഒരു പരിശോധനയ്ക്കായി മെഡിക്കൽ കോളേജ് പോലീസ് എത്തി ഇവരുടെ ബാഗ് പരിശോധിച്ചു. അപ്പോഴാണ് ചെറിയ ബോട്ടിലുകൾ ഇവരുടെ കൈവശമുള്ളതായി കാണുന്നത്. വെളിച്ചെണ്ണയൊക്കെ സൂക്ഷിക്കുന്നത് പോലെയുള്ള ചെറിയ ബോട്ടിലുകളാണ്. പോലീസ് ഇവരോട് ചോദിച്ചപ്പോഴാണ് ഇത് ഹാഷിഷ് ഓയിലാണ് എന്ന് അശ്വതി തന്നെ പോലീസിനോട് പറയുന്നത്. അതിനവർ നൽകിയ മറുപടി ഇങ്ങനെയാണ്: തൻ്റെ ഭർത്താവ് ജയിലിൽ കഴിയുന്നുണ്ട്, അപ്പോൾ ഭർത്താവിന് നൽകാൻ വേണ്ടി താൻ സൂക്ഷിച്ചതാണ് ഈ ഹാഷിഷ് ഓയിൽ എന്നുള്ളതായിരുന്നു അശ്വതിയുടെ മറുപടി. പോലീസ് നടത്തിയ പരിശോധനയിൽ അത് ഹാഷിഷ് ഓയിലാണെന്ന് സ്ഥിരീകരിക്കുകയും ഏതാണ്ട് 60 ഗ്രാമോളം ഹാഷിഷ് ഓയിൽ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ഏതായാലും ഈ യുവതിയെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ, എങ്ങനെയാണ് ഇവരുടെ കൈവശം ഈ ഹാഷിഷ് ഓയിൽ എത്തിയത്, ഇവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്നൊക്കെയുള്ള വിവരങ്ങൾ കൂടി നിലവിൽ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ശരി അഭിജിത്ത്.